കേരളത്തിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ 4 ടീം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ഫോൺ വെച്ചിരിക്കുകയാണ് ഈ വരുന്ന ഫോൺ കോളുകൾ. ആ ഫോൺ കോളുകളുടെ സത്യാവസ്ഥ പരിശോധിച്ച് അപ്പോൾ തന്നെ പോലീസ് ടീം അവിടെ എത്തി നിങ്ങൾ പറയുന്ന ഓരോ സ്ഥലവും പരിശോധിച്ച് അരിച്ചു പെറുക്കി ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുകയാണ്. പോലീസ് ഇത്രയും കാര്യമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഓപ്പറേഷൻ അടുത്ത കാലത്ത് നടന്നിട്ടില്ല. കഴിഞ്ഞൊരു ദിവസം വൈകുന്നേരം 7 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ കേരളത്തിലെ 478 പോലീസ് സ്റ്റേഷനിലും പോലീസ് കോമ്പിങ് നടത്തി. എന്ന് വെച്ചാൽ പോലീസ് എല്ലായിടും പരിശോധിച്ചു. പോലീസ് നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഫലപ്രദമായ നിലയിൽ ഈ മയക്കുമരുന്നിന്റെ കേന്ദ്രങ്ങൾ പിടിച്ചു. രാത്രി മുഴുവനുള്ള കോമ്പിങ്ങിൽ 100 കണക്കിന് ആളുകളെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്തത്. നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നു? ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികൾ അവരെ വലയിലാക്കാൻ നടത്തുന്ന ഈ ശ്രമങ്ങളെ നമുക്ക് പരാജയപ്പെടുത്തണം. ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ, രാവിലെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, അവരുടെ എല്ലാം കൈകളിൽ ഈ വിഷത്തിന്റെ പാക്കറ്റുകൾ കൊടുത്ത് അവരുടെ ജീവിതം നശിപ്പിക്കുന്ന ഈ രാക്ഷസന്മാർക്കെതിരെയാണ് നമ്മുടെ പോരാട്ടം. ഒരു സംശയവും വേണ്ട, കേരളത്തിൽ ലഹരി മാഫിയയുടെ വേരറക്കുന്നത് വരെ കേരള പോലീസ് ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. ലഹരി മാഫിയ ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല കേട്ടോ. കേരളത്തിൽ നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണ് അവർ. അവർക്കറിയാം ഓപ്പറേഷൻ തുഫാൻ ഉള്ളത് കൊണ്ട് ഇപ്പം തൽക്കാലം പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുക. അവർ പറയുന്നത് എന്താണെന്നറിയാം, അവരുടെ ഫോണൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുമല്ലോ. ഇത് തുടക്കത്തിൽ ഈ ഒരു ഗവൺമെൻറ് വന്നതിൻ്റെ ആവേശമാണ്. കുറച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഇത് മറന്നു പോകും. അതുവരെ നമ്മുടെ ബിസിനസ് നിർത്തിവെക്കണം. ഇപ്പം അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഇറങ്ങാമെന്നാണ്. ആ മാഫിയയ്ക്ക് തെറ്റിപ്പറ്റിപ്പോയിരിക്കുന്നു. ഈ ഗവൺമെൻറ് കേരള പോലീസിൽ ഒരു സ്ഥിരമായ സംവിധാനം ഈ ലഹരി പദാർത്ഥങ്ങൾ പിടിക്കാൻ വേണ്ടി രൂപീകരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ADGP, ഒരു IG, എല്ലാ കേരളത്തിലെ പോലീസിന് 20 ജില്ലകളാണ്. 20 പോലീസ് ജില്ലകളാണ്. 20 ജില്ലകളിലും DYSPമാർ, താഴെ CIമാർ, SIമാർ, നല്ല ഒരു പോലീസ് ഘടന ഇതിനു വേണ്ടി ഉണ്ടാക്കുക. നാർക്കോട്ടിക് ഈസ് എ ഡർട്ടി ബിസിനസ്. ഞാനാണ് പറഞ്ഞത്, നിങ്ങൾക്കറിയാമല്ലോ. ആ പറഞ്ഞയാളാണ് നമ്മുടെ ഈ ദൗത്യത്തിന്റെ അംബാസഡറായി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹവും തെന്നിന്ത്യ സിനിമയിലെ ജനനായകനായ ആരാണ്? ജനനായകൻ വിജയും ഒരുമിച്ച് കൊച്ചിയിൽ ചേർന്നുകൊണ്ട് ഈ മഹാവിപത്തിനെതിരായി വലിയ ഒരു പോരാട്ടം നടത്തുകയാണ്. രണ്ടാമത് മോഹൻലാൽ എത്തുന്നത് മലപ്പുറത്താണ് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 പരിപാടി തരാമെന്നാണ് പറയുന്നത്. ഒന്ന് കൊച്ചി, ഒന്ന് മലപ്പുറം, അല്ലെങ്കിൽ കോഴിക്കോട്, ഏതാണ് നമുക്ക് തീരുമാനിക്കാം. ഒന്നും അകലെയല്ല. ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം, പക്ഷേ അസാധ്യമല്ല. പുതിയൊരു തുടക്കം കരുതലോടെ. അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി.